ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് കൃത്യമായി പഴയ ഐഫോണിൽ നിന്നും പുതിയ ഐഫോണിലേക്ക് ഡേറ്റ മുഴുവനായി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇൻക്ലൂഡിങ് നിങ്ങളുടെ ഫോട്ടോസ്, മെസ്സേജസ്, കോൾസ് എന്നതിന് വിഡ്ജറ്റ്സ് വരെ എങ്ങനെയാണോ പഴയ ഐഫോണിൽ അതേ രീതിക്ക് പുതിയ ഐഫോണിൽ കൃത്യമായി കൊണ്ടുവരാവുന്ന സ്റ്റെപ്സ് ആണ്. ഓക്കെ, ഒരു ഫ്രഷ് സ്റ്റാർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ എൻ്റെ 17 Pro Max ഫുള്ളി റീസെറ്റ് ചെയ്തിരിക്കുകയാണ്. ലെഫ്റ്റിലുള്ളത് റീസെറ്റ് ചെയ്ത 17 Pro Max, റൈറ്റിലുള്ളത് 16 Pro ആണ്. നമ്മൾ 16 Proയിൽ നിന്നും 17 Pro Maxിലേക്കാണ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ സെറ്റിംഗ്സിലേക്ക് പോയിട്ട് അവിടെ ജനറൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും താഴെ ട്രാൻസ്ഫർ ഓർ റീസെറ്റ് ഐഫോൺ എന്ന ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. മുകളിലായിട്ട് പ്രിപ്പയർ ഫോർ ന്യൂ ഐഫോൺ എന്ന് കാണും, അതിൽ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആപ്പിൾ ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും അൺലിമിറ്റഡ് ആയിട്ടുള്ള ക്ലൗഡ് സ്റ്റോറേജ് തരും. നിങ്ങളുടെ ഡേറ്റ മൊത്തം ക്ലൗഡിലേക്ക് അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കാനായിട്ട്, സോ ദാറ്റ് ശേഷം നിങ്ങളുടെ പുതിയ ഫോണിലേക്ക് ക്ലൗഡിൽ നിന്ന് ഫുള്ള് ഡൗൺലോഡ് ചെയ്ത് വെക്കാനായിട്ട്. നിങ്ങൾക്കൊരു ഐക്ലൗഡ് സബ്സ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ പോലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 21 days വരെ ആപ്പിൾ ഐക്ലൗഡിൽ ഇത് ബാക്കപ്പ് കീപ്പ് ചെയ്യും. ഇവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഡേറ്റ എല്ലാം ക്ലൗഡിലേക്ക് വൈഫൈ കണക്റ്റഡ് ആയിരിക്കുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ശേഷം ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. അവിടെ കണ്ട് ഐക്ലൗഡ് ബാക്കപ്പ് ഇൻ പ്രോഗ്രസ് എന്ന് കാണിക്കുന്നത് 33% കംപ്ലീറ്റ് ആയി. അബൌട്ട് 1 minute റിമൈനിങ് എന്ന് കാണിക്കുന്നു. ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ഡേറ്റ ഉള്ളത്, നിങ്ങൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഐക്ലൗഡ് ബാക്കപ്പ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട് എന്നുള്ളതനുസരിച്ച് ഈ ടൈം മാറിക്കൊണ്ടേയിരിക്കും. 1 minute ഒന്നും അല്ല. എനിക്ക് ഏകദേശം 1 hour എടുത്ത് ഇവിടെ ഐക്ലൗഡിൽ ബാക്കപ്പിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ടെമ്പററി ബാക്കപ്പിൽ കണ്ടു എൻ്റെ 16 Proൻ്റെ ഏകദേശം 73.5 GB ടെമ്പററി ബാക്കപ്പ് അവിടെ കിടപ്പുണ്ട്. ഇനി നിങ്ങളുടെ പുതിയ ഐഫോണിലേക്ക് പോവുക, സ്വൈപ്പ് അപ്പ് ചെയ്യുക, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, നിങ്ങളുടെ കൺട്രി ഏതാണ്, ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ചൂസ് ചെയ്യുക. ഇവിടെ പഴയതും പുതിയതും വ്യത്യാസം കാണാൻ വേണ്ടി പഴയ ഐഫോണിൽ ഞാൻ ആ ഒരു നൈറ്റ് മോഡ് ഓൺ ആക്കി വെച്ചിട്ടുണ്ട്, പുതിയ ഐഫോൺ അത് ആക്കിയിട്ടില്ല. നോർമലി ഉള്ള സെറ്റപ്പ് വിസാർഡിലേക്ക് പോകുമ്പോൾ ദേ കണ്ട പഴയ ഐഫോണിൽ സെറ്റപ്പ് ന്യൂ ഐഫോൺ എന്ന് പറഞ്ഞ പോപ്പപ്പ് വരും. അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫേസ് ID വെച്ച് നിങ്ങൾ ഓതന്റിക്കേറ്റ് ചെയ്യുക. ഇനി നിങ്ങളുടെ പഴയ ഐഫോണിൽ ക്യാമറ ഓപ്പൺ ആവും. പുതിയ ഐഫോണിൽ ഈ കാണുന്ന ഒരു എന്താ പറയുക, ഒരു ഡസ്റ്റ് പോലെ ക്ലൗഡ് പോലത്തെ സാധനം ഇങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പഴയ ഐഫോണും പുതിയ ഐഫോണും തമ്മിൽ കണക്ട് ആവുന്നതാണ്. ഇത് കുറച്ച് ടൈം എടുക്കും, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയാണോ സെറ്റപ്പ് ചെയ്യുന്നത് അല്ല വേറെ ആർക്കെങ്കിലും വേണോ എന്നാണ് സെറ്റപ്പ് ഫോർ മീ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ പഴയ ഐഫോണിലുള്ള പാസ്കോഡ് നിങ്ങളുടെ പുതിയ ഐഫോണിൽ അടിച്ചു കൊടുക്കുക. ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ പഴയ ഐഫോണിൽ ഈ സിം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു പേജിൽ സെറ്റപ്പ് സെല്ലുലാറിൽ സ്കാൻ QR കൊടുത്ത് ആ ഒരു ഈ സിം നിങ്ങൾക്ക് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇനി ഫിസിക്കൽ സിം ആണെങ്കിൽ ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല, സെറ്റപ്പ് ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഫിസിക്കൽ സിം സ്ലോട്ട് ഉള്ള ഐഫോണാണ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ സെറ്റപ്പ് ലേറ്റർ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി ഫേസ് ID ഇപ്പോൾ തന്നെ സെറ്റപ്പ് ചെയ്യണം. നിങ്ങളുടെ പുതിയ ഐഫോണിൽ ഫേസ് ID ഒന്ന് സെറ്റ് ചെയ്താലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുള്ളൂ. സോ ജസ്റ്റ് പോയിന്റ് ചെയ്ത് നിങ്ങളുടെ ഫേസ് ഒന്ന് ലേശം റൊട്ടേറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഐഫോണിൽ ഫേസ് ID സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യുക. ഇനി ഫേസ് ID വിത്ത് മാസ്ക് അത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഡോണ്ട് യൂസ് കൊടുക്കുക. ഫേസ് ID സെറ്റപ്പ് ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി ഇവിടെ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പഴയ ഐഫോണിൽ എടുത്ത് വെച്ചിരിക്കുന്ന ടെമ്പററി ബാക്കപ്പ് ഇല്ലേ, ആ ഒരു ടെമ്പററി ബാക്കപ്പ് ഐക്ലൗഡിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സെറ്റപ്പ് ആവും. ഏകദേശം 15 മിനിറ്റിനുള്ളിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഡൗൺലോഡായി നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ള ആപ്ലിക്കേഷനുകളെല്ലാം ഒന്നൊന്നായിട്ട് ഡൗൺലോഡ് ആവുകയും വീണ്ടും നിങ്ങൾ പല ആപ്ലിക്കേഷനുകളിലും ലോഗിൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത് പൊതുവേ ചെയ്യുന്നത് പഴയ ഐഫോൺ കൊടുത്തിട്ട് ഉടനെ അല്ല, കുറച്ച് നാൾക്ക് ശേഷമാണ് പുതിയ ഐഫോൺ വരുന്നതെങ്കിലൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫീസിബിൾ ആയിട്ടുള്ളത്. ഇല്ലെങ്കിൽ കുറച്ചുകൂടി ക്വിക്കർ ആയിട്ടുള്ള ഓപ്ഷനാണ് രണ്ടാമത് കാണുന്നത്, ട്രാൻസ്ഫർ ഫ്രം ഐഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അത് ഏകദേശം 1 മണിക്കൂർ 15 മിനിറ്റുമാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഈ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവുന്ന സമയം വരെ 2 ഐഫോൺ നിങ്ങൾ ഉപയോഗിക്കാതെ വെക്കണം, അതും അടുത്തടുത്ത് വെക്കണം. ഞാൻ സെക്കൻഡ് ഓപ്ഷനാണ് കൊടുത്തത്. ശേഷം എൻ്റെ പേര് അവിടെ വന്നു. ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് അഗ്രി ചെയ്യുകയാണ്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും, മുകളിൽ ആ ഒരു വൈഫൈൻ്റെ ചിഹ്നം ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു വൈഫൈൻ്റെ ചിഹ്നം പോവും. എന്നിട്ട് ടെമ്പററി ആയിട്ട് ഇവർ തമ്മിലൊരു ഹോട്ട്സ്പോട്ട് പോലെ ക്രിയേറ്റ് ചെയ്ത് പഴയ ഐഫോണിൽ നിന്ന് സകല ഡേറ്റയും പുതിയ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. ഇത് കുറച്ച് ടൈം എടുക്കും. ഇതെന്താണ്, എന്തൊക്കെ ഡേറ്റയാണുള്ളത് എന്ന് കാണിച്ചു തരും നിങ്ങൾക്ക്. ഏകദേശം ഇപ്പോൾ എൻ്റെ പഴയ ഐഫോണിൽ നിന്ന് ആപ്പിൾ ഡേറ്റയും വരും, അതിൻ്റെ സെറ്റിംഗ്സും വരും, അതിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എൻ്റെ ആപ്പിൾ വാച്ച് ഉണ്ട്. ഇതും കൂടെയാണ് ഈ പുതിയ ഐഫോണിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്. വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി ലൊക്കേഷൻ സർവീസസ് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാം. ആപ്പിൾ ഇൻ്റലിജൻസ് ആ നോട്ടിഫിക്കേഷൻ സമ്മറി ഒക്കെ ഉണ്ടല്ലോ, ആ നോട്ടിഫിക്കേഷൻ സമ്മറി ഒക്കെ വേണമെങ്കിൽ ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ സമ്മറി സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാൻ. കണ്ടോ, പഴയ ഐഫോണിൽ ഇപ്പോൾ പുതിയ ഐഫോൺ ആഡ് ആയിട്ടുണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ് ഓപ്പൺ ചെയ്യാം. ഇനി അടുത്ത ക്യാമറ കൺട്രോൾ, റൈറ്റ് സൈഡിലുള്ള സാധനം വർഷത്തിൽ ഞാൻ 2 പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുത്ത് സെറ്റപ്പ് ചെയ്ത് വെക്കാവുന്നതാണ്. ആൻഡ് അഗെയിൻ സിറിയുടെ കാര്യം, സിറി നിങ്ങൾ സെറ്റപ്പ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അതും ഹേയ് സിറി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് സിറിയും റെഡിയാക്കി വെച്ചിട്ട് കണ്ടിന്യൂ കൊടുക്കുക.
എമർജൻസി SOSും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതും നിങ്ങൾ കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോവുക. ശേഷം ഇതാ കണ്ടില്ലേ, വൈഫൈ 2 ഫോണിലും ഓഫായി ഡേറ്റ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ട്രാൻസ്ഫർ ടൈം ഏകദേശം 37 മിനിറ്റൊക്കെയാണ് കാണിക്കുന്നത്. 2 ഫോണും അടുത്തടുത്ത് വെക്കണം, ഇത് നിർബന്ധമാണ്. അടുത്തടുത്ത് വെച്ചില്ലെങ്കിൽ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആവില്ല. ഇപ്പോൾ ഇത് ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തു. ആൻഡ് യെസ്, നമ്മുടെ പുതിയ ഐഫോണിൽ പഴയ ഐഫോണിൻ്റെ വാൾപേപ്പർ വന്നിട്ടുണ്ട്. ഫേസ് ID വെച്ച് അൺലോക്ക് ചെയ്യുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നു. ചില ആപ്ലിക്കേഷൻ്റെ ഡേറ്റയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് ആവും, ബട്ട് ഈ ടൈമിൽ ഫോൺ നല്ലപോലെ ഹീറ്റ് ആവും. ഇപ്പോൾ ഏകദേശം ഒരു 39 ഡിഗ്രീസ് ഒക്കെയാണ് ഹീറ്റ് ആയിരിക്കുന്നത്. നോർമലി മറ്റേ പഴയ ഐഫോണൊക്കെ ആണെങ്കിൽ ഒരു 40-42 ഡിഗ്രി ഒക്കെ പോകും. ഇത് കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉള്ളതുകൊണ്ട് 39 വരെ പോയിട്ടുള്ളൂ. പുതിയ iOS 26ൻ്റെ ആ ഒരു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മാറ്റങ്ങൾ എന്നൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുത്ത് മുന്നോട്ട് പോകാവുന്നതാണ്. ആൻഡ് യെസ്, വെൽക്കം. ആ പച്ച കളർ സ്ക്രീൻ കണ്ട് പേടിക്കേണ്ട, അത് വാൾപേപ്പർ ബ്ലറായപ്പോൾ പച്ച ആയതാണ്. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, എനിക്കും ഡൗട്ട് ഉണ്ടായി പെട്ടെന്ന് സ്ക്രീൻ അടിച്ചു പോയോ എന്നൊക്കെ. എന്തായാലും എന്താ ഇപ്പോൾ വാൾപേപ്പറൊക്കെ വന്നു കഴിഞ്ഞു. സ്വൈപ്പ് അപ്പ് ചെയ്തു. ഇനി പഴയ ഐഫോണിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കംപ്ലീറ്റഡ് എന്നാണ് കാണുന്നത്. ഇപ്പോൾ ചില ആപ്ലിക്കേഷൻ അവിടെ ഡൗൺലോഡ് ആവുന്നത് കാണാൻ പറ്റുമല്ലോ. ഈ ഒരു ജിമെയിലും പല ആപ്ലിക്കേഷൻസും ക്ലൗഡിൽ കൂടെ ഡൗൺലോഡ് ആവുന്നത് കാണാൻ പറ്റും. എന്നാൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഡൗൺലോഡ് ആവുന്ന പല ആപ്ലിക്കേഷൻസിൻ്റെയും ഡേറ്റ ഓട്ടോമാറ്റിക്കലി ബാക്കിലുള്ളതുകൊണ്ട് പലതിലും ലോഗിൻ ചെയ്യേണ്ട ആവശ്യം വരാറില്ല ഈ ഒരു മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ. എന്തായാലും ഞാൻ ആ ഒരു പച്ച കളറിലെ സ്ക്രീൻ ഒന്ന് മാറ്റട്ടെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് കണ്ടോ, ഡിറ്റോ പഴയ ഐഫോണിലുള്ള പോലെ തന്നെ പുതിയ ഐഫോണിലുള്ള സകല കാര്യങ്ങളും ഐക്കൺ പ്ലേസ്മെൻറ്റ്സും എല്ലാം കോപ്പി ആയിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ എൻ്റെ വാട്സാപ്പ് ഓൾമോസ്റ്റ് ഫുൾ ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടില്ലേ, പഴയ ഐഫോണിൽ ഉണ്ടായി അതേപോലെ തന്നെ വാട്സാപ്പ് പുതിയ ഐഫോണിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫോൺ കോൾസ് നോക്കുവാണെങ്കിൽ ഇത് എൻ്റെ റീസെൻറ്റ് കോൾസ് നോക്കുവാണെങ്കിൽ റീസെൻറ്റ് കോളുകളെല്ലാം തന്നെ കൃത്യമായിട്ട് അവിടെ ഡിറ്റോ വന്നിട്ടുണ്ട്. മെസ്സേജസ് നോക്കുവാണെങ്കിൽ എൻ്റെ മെസ്സേജ് ഡീറ്റെയിൽസ് എല്ലാം റീസ്റ്റോർ ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയുള്ള കാര്യം, ഡിറ്റോ കോപ്പി ആയി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പഴയ ഫോണിൽ നിന്ന് സിം എടുത്തിട്ട് നിങ്ങൾക്ക് പുതിയ ഫോണിലേക്ക് ഇടാവുന്നതാണ്. ഞാൻ പഴയ ഫോൺ റീസെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി തോന്നിയെങ്കിൽ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റു വീഡിയോസ് കാണാനും മറക്കണ്ട. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.